അഖിലേന്ത്യാ തലത്തിൽ തെരഞ്ഞെടുപ്പുകൾ വരുന്നതിന് മുമ്പുള്ള ഒരു കൊല്ലത്തോളം അതിഗംഭീരമായിട്ടുള്ള ഒരു ഹോംവർക്കാണ് BJP എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏത് വിധേനയാണെങ്കിലും അധികാരം പിടിക്കുക എന്നുള്ളതിന് വളരെ സിസ്റ്റമാറ്റിക്കലി സയൻറ്റിഫിക്കലി പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് അതേ നിലവാരത്തിലേക്ക് നമുക്കറിയാം മമതാ ബാനർജിയും MK സ്റ്റാലിനും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ എത്തിച്ചേർന്നിരുന്നു. കാരണം പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിനെ വിളിച്ച് കൽക്കട്ടയിൽ 1.5 കൊല്ലം താമസിപ്പിച്ചുകൊണ്ടാണ് മമതാ ബാനർജി തങ്ങളുടെ ഈ പറഞ്ഞ പോലെ തുടർ ഭരണത്തിനുള്ള കളങ്ങൾ ഒരുക്കിയത് എന്നുള്ളത്. ഐപാക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ തന്നെ, അദ്ദേഹം ഒഫീഷ്യലി അതിൻ്റെ ആളല്ലെങ്കിലും അദ്ദേഹത്തിൻ്റേതാണ്. ഐപാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയിരക്കണക്കിന് ആളുകൾ അവിടെ വർക്ക് ചെയ്യുകയും അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ പമ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു മമതാ ബാനർജി. ഇത് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഏറ്റവും ആദ്യമായി BJP ജയിക്കുമ്പോഴും അതിനു മുൻപ് തന്നെ അമിത്ഷാ ഇതുപോലെ തന്നെ 1.5 കൊല്ലത്തോളം വലിയ ശ്രദ്ധ കാണിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉത്തർപ്രദേശിൽ നടത്തിയിരുന്നു എന്നുള്ളതാണ് ചരിത്രം. എന്ന് പറഞ്ഞാൽ നിങ്ങളാരും ഉദ്ദേശിക്കുന്നത് പോലെ ജനങ്ങൾ സ്വയമേവ ചിന്തിച്ചൊരു തീരുമാനമെടുത്തുകൊണ്ട് ഗവൺമെൻറ്റിനെ മാറ്റുന്ന പണിയല്ല ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് കിഷോർ മമതാ ബാനർജിയുടെ അടുത്ത് വർക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഐപാക്ക് എന്ന് പറയുന്ന കമ്പനി DMKക്ക് വേണ്ടിയും തമിഴ്നാട്ടിൽ വർക്ക് ചെയ്തിരുന്നു. ആ വർക്ക് ചെയ്തതിൻ്റെ പ്രയോജനം അവർക്ക് കിട്ടി. 2 സ്ഥലത്തും ഒരുപോലെ വിജയം കിട്ടിയതിന് ശേഷമാണ് പ്രശാന്ത് കിഷോർ ഈ പരിപാടി ഉപേക്ഷിക്കുകയും ഇപ്പോൾ അദ്ദേഹം ജൻ സ്വരാജ് എന്ന് പറയുന്ന ഒരു പാർട്ടി ബീഹാറിൽ ഉണ്ടാക്കുകയും ഇപ്പോൾ ഏതാണ്ട് അദ്ദേഹത്തിന് ഒരു 20% സർവേകളിലൊക്കെ തന്നെ അദ്ദേഹത്തെ പോലും മുഖ്യമന്ത്രിയായി കാണിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയുമൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏകദേശം കൃത്യമായിട്ടുള്ളൊരു പതിപ്പാണ് ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ നടപ്പിലാക്കാൻ പോകുന്നത്. ആ നടപ്പിലാക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ തന്നെ ചില വീഡിയോകൾ ചെയ്താണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വലിയ വിവാദമായിട്ടുള്ള ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു. കോൺഗ്രസ്സിന് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയുണ്ടായി. BJP സത്യത്തിൽ കുമ്മനം രാജേന്ദ്രനൊക്കെ കരഞ്ഞുകൊണ്ട് പറയുന്ന അവസ്ഥയുണ്ടായി, NSS ഞങ്ങളെ ചതിക്കരുതെന്ന്. പക്ഷേ NSSും SNDPയും ഒക്കെ തന്നെ കൂടെ നിർത്താൻ സർക്കാരിന് കഴിഞ്ഞു. അതായത് ഒരു തവണ 2018 ശബരിമലയിൽ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട വിധിയിൽ നിന്ന് തിരിച്ചടി നേടിയിട്ടുള്ള CPM അതിനെങ്ങനെയാണ് പോസിറ്റീവായി ഉപയോഗിക്കുന്നത്, ഒരു തിരിച്ചടിയിൽ നിന്ന് പോലും എങ്ങനെ കൈകൾ കുത്തി എഴുന്നേക്കാമെന്നും അത് എങ്ങനെയാണ് ഈ പറഞ്ഞ ഒരു മറുപടിയായി മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായി കണ്ടു. അതിൻ്റെ രാഷ്ട്രീയവും ഞാനിവിടെ ചർച്ച ചെയ്തതാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് CPM അത്തരത്തിലുള്ളൊരു പദ്ധതി ഇടുന്നത്. ആ പദ്ധതി ഇട്ടതിന് ശേഷം ഇപ്പോൾ CPM വലിയൊരു മെഗാ പ്രൊജക്റ്റ് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഇലക്ഷൻ പ്രൊപ്പഗാൻഡയുടെ പ്രചരണം അതിസമർത്ഥമായി ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളുമായി സമന്വയിപ്പിക്കുന്ന ഒരു പണിയാണ് ചെയ്തിട്ടുള്ളത്. സമയക്കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റ് നിരവധി സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള പണികളെക്കുറിച്ച് കൂടി നിങ്ങളോട് പറയാമായിരുന്നു. തൽക്കാലം നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ ഒക്ടോബർ 1 മുതൽ 30-ാം തീയതി വരെയുള്ള ഒക്ടോബർ മാസത്തിൽ ഏതാണ്ട് 33ഓളം വരുന്ന പുതിയ സംഗമങ്ങൾ കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സംഗമം നടത്തുമ്പോഴും ഗവൺമെൻറ് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതൊക്കെ ഏതാണ്ട് 300-500ഓളം പേരുടെ ഒരു ചെറിയ സംഗമങ്ങളാണ്. കാരണം ഒരിക്കലും ഏറ്റവും വലുത് ആഗോള അയ്യപ്പ സംഗമമാണ്. കാരണം അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത് CPMന് കൃത്യമായിട്ട് അറിയാം. ഇനി മറ്റ് സംഗമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗമം എന്ന് പറയുന്നത് ന്യൂനപക്ഷ സംഗമമാണ്. ആ ന്യൂനപക്ഷ സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോടോ അല്ലെങ്കിൽ എറണാകുളത്തോ ആണ്. മിക്കവാറും അത് എറണാകുളത്ത് തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ തവണ പോലും 8 സീറ്റുകളിൽ ഉയർന്ന വിജയം ആകെ കരസ്ഥമാക്കിയിട്ടുള്ള UDFൻ്റെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരേ ഒരു ജില്ലയാണ് ഈ പറയുന്ന എറണാകുളം എന്ന് പറയുന്നത്. എറണാകുളത്ത് ഈ സീറ്റില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് അതിദാരുണമായിട്ടുള്ള പരാജയത്തിലേക്ക് പോകായിരുന്നു. കാരണം ഇപ്പോഴും അവർക്ക് 20-ലധികം സീറ്റുകൾ മാത്രമേ നിയമസഭയിലുള്ളൂ. അതിൽ ഇത്രയും സീറ്റുകൾ, വലിയ നമ്പർ ഓഫ് സീറ്റുകൾ തീർച്ചയായിട്ടും എറണാകുളത്തു നിന്നാണ്. അപ്പോൾ എറണാകുളത്ത് ന്യൂനപക്ഷങ്ങളെ കൂടി അടുപ്പിക്കാൻ, ന്യൂനപക്ഷങ്ങളെ മുഴുവനായിട്ടും അങ്ങോട്ട് വിട്ടുകളയേണ്ട, പകരം ഏറ്റവും കുറഞ്ഞ പക്ഷം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെങ്കിലും തങ്ങളോടൊപ്പം അടുപ്പിച്ച് നിർത്താൻ കഴിയും. കാരണം അവരുടെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന പോലെ ഒരു മുസ്ലിം അല്ലെങ്കിൽ ജനവിഭാഗത്തോടൊക്കെയുള്ള ചെറിയ അപ്രീതികളുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള CPM വളരെ ഗംഭീരമായി ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലക്കാണ് ഞാൻ ഗംഭീരമായി എന്ന വാക്ക് ഉപയോഗിച്ചത്. ആത്യന്തികമായി ഇത് കേരളത്തിന് വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത്തരത്തിലുള്ളൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നു. ഇനി ഇതുകൂടാതെ മറ്റ് ചില ചെറിയ സംഗമങ്ങൾ കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഒരു ജനങ്ങളുമായി ഇൻട്രാക്ട് ചെയ്ത അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ പോലും ഗവൺമെൻറ്റിനോട് അടുപ്പിക്കുന്ന, CPMനോട് അടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ കാലിക്കറ്റിൽ വെച്ച് നടത്താൻ പോകുന്ന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു സംഗമമാണ്. അതായത് അവിടെ അത് മുഹമ്മദ് റിയാസാണ് പങ്കെടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റിയാസിന് അവിടെയുള്ള ഈ പറയുന്ന ഏറ്റവും ചെറിയ ഗ്രൂപ്പുകൾ, അവിടെയുള്ള
കൊച്ചു ഈ പറഞ്ഞ പോലെ മത സാമുദായിക സംഘടനകളടക്കം, അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള സംഘടനകളടക്കം, അല്ലെങ്കിൽ NGO ഓർഗനൈസേഷൻസ് പോലെയുള്ള സംഘടനകളടക്കം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളെ ഒന്നടങ്കം തന്നെ വിളിച്ചുകൊണ്ടും പാർട്ടിക്കുള്ളിലെ ആളുകളെ തന്നെ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ തന്നെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യാനും ഒക്കെ ഇത്തരത്തിലുള്ള സംഗമം സഹായിക്കുകയും അതുവഴി ഒരു കൃത്യമായി ഒരു PR വർക്ക് നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആഭ്യന്തരത്തിൻ്റേത് നടത്തുന്നത് കണ്ണൂരാണ് എന്ന് നമുക്കറിയാം. അതൊക്കെ എത്രത്തോളം ഫലപ്രദമാകുമെന്ന് അറിയില്ല. പക്ഷേ ആഭ്യന്തരത്തിൻ്റേത് പിണറായി വിജയൻ്റെ ജില്ലയായിട്ടുള്ള കണ്ണൂരാണ്. നമുക്കറിയാം കൃഷിയുടെ നടത്താൻ പോകുന്നത് ആലപ്പുഴയിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഫിഷറീസിന് നടത്താൻ പോകുന്ന ആലപ്പുഴയിൽ വെച്ചിട്ടാണ്. അത് സജി ചെറിയാൻ പങ്കെടുക്കും. മറ്റത് ഈ പറഞ്ഞ പോലെ P. പ്രസാദിൻ്റെ ജില്ലയാണ്. അത് P. പ്രസാദ് പങ്കെടുക്കും. കാരണം അവിടെയൊക്കെ തന്നെ ജയിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾ തേടിക്കൊള്ളണം എന്നുള്ള അർത്ഥത്തിലാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ട്രിവാൻഡ്രത്താണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ സംഗമം നടക്കുന്നത്. കാരണം അനിൽ, അവിടെ നിന്നുള്ള GR അനിൽ എന്ന് പറയുന്നത് അവിടെ നിന്ന് തന്നെയുള്ള ട്രിവാൻഡ്രത്ത് തന്നെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൂടിയാണ് അത്തരത്തിലുള്ള പദ്ധതികൾ കൂടി അവർ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുക എന്താണ് എന്ന് ചോദിച്ചാൽ, കൃത്യമായ ഒരു രാഷ്ട്രീയം പറഞ്ഞാൽ ഇതുകൊണ്ട് CPM ഉദ്ദേശിച്ച തലങ്ങളിലേക്ക് ഇപ്പം തന്നെ ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ NSSനെയും അതുപോലെ SNDPയെയും അവർ കൂടെ കൊണ്ടുവന്നു. ഈ കൂടെ കൊണ്ടുവന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ കൃത്യമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതിഗംഭീരമായി CPM പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ പഠിച്ചതിൽ നിന്ന് CPMന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, മതേതര വോട്ടുകളുടെ നമ്പർ കേരളത്തിൽ കുറയുന്നു എന്ന് പറയുന്ന ഒരു അസംഷനിലേക്കാണ് അവരെത്തിയിട്ടുള്ളത്. പകരം ജാതീയമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒരു പോളറൈസേഷൻ കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡാറ്റ മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, 2019 നിന്ന് 2024 വരുമ്പോൾ യഥാർത്ഥത്തിൽ 6,94,000 വരുന്ന വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയിട്ട് പോലും UDFന് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ കാണണം. എന്ന് പറഞ്ഞാൽ 96,29,000 വരുന്ന വോട്ടുകൾ 89,35,000 കുറഞ്ഞു UDFനെന്ന് എൻ്റെ പ്രേക്ഷകർ അറിയണം. അതായത് വലിയ വിജയം കിട്ടിയ UDFൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 71,56,000 വോട്ടുകളായിരുന്നു 2019 LDFന് കിട്ടിയതെങ്കിൽ അത് 65,90,000 കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ 5,66,000 വരുന്ന വോട്ടുകൾ LDFനും കുറഞ്ഞു കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പിന്നെ കൂടിയത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ആൾക്കേ കൂടിയിട്ടുള്ളൂ. ആ കൂടിയത് എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന നയിക്കുന്ന NDA മുന്നണിക്കാണ്. NDA മുന്നണി എന്നൊന്നും വിളിക്കാനില്ല, യഥാർത്ഥത്തിൽ BJPക്ക് തന്നെയാണ് കൂടിയത്. അതായത് 2014 19,44,000 വോട്ടുകളായിരുന്ന BJPയുടെ വോട്ടുകൾ 2019 വരുമ്പോൾ ഒറ്റടിക്ക് 5 കൊല്ലം കൊണ്ട് ലോക്സഭയിലേക്ക് 31,71,000 കൂടുന്നു, 71,000 കൂടുന്നു. അത് തന്നെ വീണ്ടും 2024 വരുമ്പോൾ 38,22,000 കൂടുന്നു. എന്ന് പറഞ്ഞാൽ 6,31,000 വോട്ടിൻ്റെ വർധനവാണ് യഥാർത്ഥത്തിൽ BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ മറന്നുകൂടാ. ഈ കഴിഞ്ഞ തവണ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ പോലും വളരെ ചെറിയ വോട്ടുകളാണെങ്കിൽ പോലും ആ വോട്ടുകൾ കൂടിയത് 50,000 വരുന്ന വോട്ടുകൾ കൂടി ഏക പാർട്ടി എന്ന് പറയുന്നത് NDA ആണെന്ന് നിങ്ങൾ മറന്നു പോരുത്. ഇത് പറയുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളടുത്ത് പറയാനുണ്ട്. 2016 ശേഷം 2021 വരുമ്പോൾ 2016 BJPക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ 4,10,000 വോട്ടുകളുടെ കുറവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇത് BJPയുടെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വോട്ടല്ലെന്നും പകരം വർഗീയമായിട്ടുള്ള ചേരി തിരിഞ്ഞിട്ടുള്ള ആളുകളുടെ വോട്ടാണെന്നും ആ വോട്ടുകൾ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണമെന്നും അത് പിടിക്കാതിരുന്നാൽ ഈ 38 ലക്ഷം വോട്ടുകളിൽ കഴിഞ്ഞ തവണ കിട്ടിയത് BJPക്ക് വെറും 26,000 വോട്ടുകൾ മാത്രം 26 ലക്ഷം വോട്ടുകൾ മാത്രമാണ് കഴിഞ്ഞ നിയമസഭയിൽ കിട്ടിയത്. അപ്പോൾ ഈ 38 ലക്ഷം വോട്ടുകളിൽ 26 ലക്ഷം വോട്ടുകൾ BJP ഇനി പിടിച്ചു വെക്കുന്നു എന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾ അറിയണം ബാക്കിയുള്ള 12 ലക്ഷത്തോളം വോട്ടുകൾ വളരെ നിർണായകമാണ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് CPMും LDFും എത്തി. ഈ 12 ലക്ഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ അറിയട്ടെ. കഴിഞ്ഞ തവണ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5.96%. എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 12 ലക്ഷത്തോളം വരുന്ന വോട്ടുകളുടെ വ്യത്യാസമാണ് LDFും UDFും തമ്മിലുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള 12 ലക്ഷത്തോളം വോട്ടുകൾ ഒരുപക്ഷെ BJPയുടെ കയ്യിൽ നിന്ന് പോലും കഴിഞ്ഞ തവണ അവർക്ക് കിട്ടി 26 അവർ വെച്ചാൽ പോലും തിരിച്ചു പിടിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെയും അതുപോലെ തന്നെ കേരളം മുഴുവൻ നടത്തിയ സർവേയുടെയും പുറത്താണ്
CPM ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത്? അതിനാദ്യം എന്ത് വേണമെന്ന് ചോദിച്ചാൽ BJPക്ക് കിട്ടിയ 38 ലക്ഷം വോട്ടുകളിൽ നാമമാത്രമായ വോട്ടുകൾ മാത്രമേ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഉള്ളൂ എന്നുള്ളതാണ് CPM വിലയിരുത്തുന്നത്. അതങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ മഹാഭൂരിപക്ഷവും പോയിട്ടുള്ളത് എറണാകുളത്തുനിന്നോ അല്ലെങ്കിൽ കോട്ടയത്തുനിന്നോ ഈ പറയുന്ന പോലെ തൃശ്ശൂരിൽ നിന്നോ മാത്രമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങൾ പത്തനംതിട്ടയിൽ നിന്നും കൂടി കുറച്ച് പോയിട്ടുണ്ടാകും. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിനാണ് പോയിട്ടുള്ളത്. BJPയിലേക്ക് അത്ര പോയിട്ടില്ലെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ഈ മേഖലകൾ എടുത്തു വെച്ചാൽ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും തന്നെ ഈ പറയുന്ന ഹിന്ദു വോട്ടുകളാണ്. അതായത് മജോറിറ്റി വോട്ടുകളും വലിയ തോതിലുള്ള ഈ 12 ലക്ഷത്തിൽ പോകാനിടയുള്ള വോട്ടുകളിൽ ഏതാണ്ട് 9 ലക്ഷവും 10 ലക്ഷവും തന്നെ ഹിന്ദു വോട്ടുകളായിരിക്കും. ആ ഹിന്ദു വോട്ടുകൾ പ്രത്യേകിച്ചും ഈഴവ ദളിത് കമ്മ്യൂണിറ്റികളിൽ നിന്നും കോൺഗ്രസ്സിന് കുറഞ്ഞു പോയിട്ടുള്ള നായർ വോട്ടുകളുമാണ് പോയതെന്നും അവർ ഫ്ലക്ച്വേറ്റിംഗ് വോട്ടാണെന്നും ആ വോട്ടുകൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃത്യമായ ഒരു ബോധ്യത്തിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് CPM ഏറ്റവും ആദ്യമായി തന്നെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടിയുമായിട്ട് ഇറങ്ങിയത്. അതിൽ CPM വിജയിച്ചിരിക്കുന്നു. കാരണം NSSൻ്റെ പിന്തുണ കിട്ടി. രണ്ടാമത്തേത് തീർച്ചയായിട്ടും നമുക്കറിയാം, അവർക്കെല്ലാം NSSൻ്റെ ആളുകൾക്കും നായർ കമ്മ്യൂണിറ്റിക്കും ഒക്കെ തന്നെ കൃത്യമായിട്ട് അറിയാം, ഒരു കാരണവശാലും BJP ജയിക്കാൻ പോകുന്നില്ല നിയമസഭയിലേക്ക് എന്നറിയാം. അങ്ങനെ BJP ജയിക്കാത്തപ്പോൾ തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന എന്താണ് പിന്നെ ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അവർ വോട്ട് ചെയ്യണമെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷനായി പോകുന്ന ആളുകളുണ്ട്. അവർക്ക് മനസ്സിലാക്കണം, ഇവിടെ തീർച്ചയായിട്ടും വോട്ട് ചെയ്യണമെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധ ചേരി എന്ന് പറയുന്നത് CPMൻ്റെ നയിക്കുന്ന LDF ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു മെസ്സേജ് കൊടുക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം കൃത്യമായി നടത്തുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സൈഡിലും ഇത് അവർക്ക് വലിയ ഗുണമാണ് CPMനും LDFനും. കാരണം എന്താണ്? തൊട്ടപ്പുറത്ത് നിൽക്കുന്ന UDF എന്ന് പറയുന്നത് അത് ജയിച്ചാൽ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി ഒരു പക്ഷേ മുഖ്യമന്ത്രിയാകുമെന്നും മുസ്ലിം ലീഗിന് വലിയ അപ്രമാദിത്വം കിട്ടുമെന്നുള്ള പ്രചരണത്തിനാക്കം കൂട്ടുമെന്ന് മാത്രമല്ല മറ്റൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും SDPയും പോലെയുള്ള സംഘടനകൾ അവരോടൊപ്പം നിൽക്കുകയാണെന്നും അവരെ എൻഡോസ് ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഇവിടെ ഉള്ളതെന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾക്ക് തുടക്കമിടാൻ കഴിയുന്ന സാധ്യതകളുണ്ട് എന്നുള്ളത് കൂടി കൃത്യമായിട്ട് CPM മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇതിനോട് വലിയ രീതിയിൽ സഹകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. സഹകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ CPMനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ CPMനെ കുറ്റം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് CPMന് ഗുണമാണ് ചെയ്യുക. ഇപ്പം മാടായിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ തവണ 10-30ഓളം വരുന്ന സ്ത്രീകൾ ഈ പറയുന്ന പോലെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രകടനം നടത്തി. ആ പ്രകടനം നടത്തിയപ്പോൾ ക്ഷേത്രഭൂമിയിലാണ്. അതുകൊണ്ട് ഗവൺമെൻറ് കേസെടുത്തു. അത് പരിസ്ഥിതി ലോല പ്രദേശമാണ്, അവിടെ അങ്ങനെ ജാഥ നടത്താൻ പാടില്ലാത്തതാണ്. അത് നടത്തി. പക്ഷെ അതിനെക്കുറിച്ച് ഈ ദാവീദ് എന്ന് പറയുന്ന മീഡിയ വണ്ണിലിരിക്കുന്ന അതിൻ്റെ തന്നെ ഈ പറയുന്ന പോലെ തലച്ചോറായിട്ടുള്ള തലയും ഈ പറയുന്ന പോലെ അതുപോലെ തന്നെ ഹെഡുമായിട്ടുള്ള തിങ്ക് ടാങ്ക് ആയിട്ടുള്ള ദാവീദ് തന്നെ പറയുന്നത് ഈ പറയുന്ന പോലെ CPM നടത്തിയത് അവിടെ കർസേവയാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ കർസേവയാണ് നടത്തിയത് എന്ന് പറയുന്ന കാര്യമൊക്കെ തന്നെ CPMന് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുകയാണെന്ന് CPM മനസ്സിലാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മീഡിയ വൺ നടത്തിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇടത് ഹിന്ദുത്വ എന്ന് പറയുന്നൊരു പ്രചരണം. അതും CPM എതിർക്കാൻ പോയിട്ടില്ല. കാരണം എതിർത്തില്ലെങ്കിലും അതിൻ്റെ മെച്ചം യഥാർത്ഥത്തിൽ എന്ത് കിട്ടും? CPMന് കിട്ടും. പിന്നെ CPM മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് മതേതര വോട്ടുകൾ, ആ മതേതര വോട്ടുകളിൽ വലിയ തോതിൽ ഭിന്നിപ്പുണ്ടാവും. അതിൻ്റെ കുറച്ച് ഭാഗം കോൺഗ്രസിലേക്ക് പോകും. ബാക്കി CPMൻ്റെ അടിയുറച്ച പൊളിറ്റിക്കൽ വോട്ടുകൾ അത് CPMന് തന്നെ കിട്ടുമെന്നാണ്. ഇത്രയും കാലം CPM വിചാരിച്ചിരുന്നത് ഹിന്ദു ഈഴവ വോട്ടുകളൊക്കെ തന്നെ CPMന് എപ്പോഴും കിട്ടിക്കോളുമെന്നാണ്. പക്ഷെ അങ്ങനെ കിട്ടുന്നതിൽ വലിയ വിള്ളലുണ്ടായിരുന്നു. ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയും തൃശ്ശൂരിലെയൊക്കെ മത്സരം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞ ലോക്സഭയിൽ എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതിനോടൊപ്പം തന്നെ CPM വിചാരിക്കുന്നൊരു കാര്യം, ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളും ഞങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മുഴുവനായും അങ്ങോട്ട് വിട്ടുകളയേണ്ട, അതിൽ ചില ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെറിയ ചെറിയ സംഗമങ്ങൾ കൂടി നടത്തുന്നത്. അതിൻ്റെയും പ്രതിഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലം കണ്ടു തുടങ്ങിയത് ഇന്നിപ്പോൾ സമസ്തയുടെ നേതാവായിട്ടുള്ള SKSSF എന്ന് പറയുന്ന സംഘടന, അത് സമസ്തയുടെ സംഘടനയാണ്. ആ സമസ്തയുടെ സംഘടനയായിട്ടുള്ള പന്തല്ലൂർ, അതായത് സത്താർ പന്തല്ലൂർ എന്ന് പറയുന്ന അവരുടെ നേതാവ് ഇതിനെതിരെ വലിയ എതിർപ്പുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നു. ഇത് മതപരമായ വിവേചനങ്ങളോട് ചില സംഗമങ്ങൾ നടത്തിയാൽ അത് യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്നവർക്ക് വലിയ സാധ്യത ഒരുക്കി കൊടുക്കലാണ് എന്ന് പറയുന്ന പ്രസ്താവനയുമായി സത്താർ പന്തല്ലൂർ SKSSFൻ്റെ നേതാവാണ് പുറത്തു വന്നിരിക്കുന്നതെങ്കിൽ അദ്ദേഹം സമസ്തയുമായി ബന്ധമുള്ള സംഘടനകളാണ് ഇതെല്ലാം തന്നെ. അതേസമയം തന്നെ SYSൻ്റെ ഈ പറഞ്ഞ നേതാവായിട്ടുള്ള മുസ്തഫ മുണ്ടുപാറ പറയുന്നത് ഇത് നടത്തട്ടെ, ഒരു നല്ല കാര്യമല്ലേ, നമുക്ക് നോക്കാമെന്നാണ്.
ഇനി സമസ്ത ഇതിൻ്റെ അടുത്ത് ഒഫീഷ്യലായ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് സമസ്തയെ കൃത്യമായി പിണറായി വിജയൻ നേരിട്ട് ക്ഷണിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർ കൂടി ഇതിന് അനുകൂലമായ നിലപാടെടുക്കുമെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ഏതാണ്ട് ഈ പറഞ്ഞ വളരെ കുറച്ച് വോട്ടുകളെ കിട്ടാനുള്ള ആ വോട്ടുകൾ പോലും വേണമെങ്കിൽ ഈ പറയുന്ന മതേതര വോട്ടുകൾ പോലും CPM-ന് കിട്ടാം. കാരണം അതിനേക്കാൾ വലിയ പ്രശ്നമായി അവർ കാണുന്നത് ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും ഒക്കെ ഇഷ്ടപ്പെടാത്ത നിരവധി മുസ്ലിങ്ങൾ കൂടിയുണ്ട്. അല്ലെങ്കിൽ സംഘടനയിലൊന്നും അംഗത്വമല്ലാത്ത മുസ്ലിങ്ങളുടെ നമ്പറാണ് കൂടുതൽ എന്നുള്ളതൊക്കെ പിണറായി വിജയൻ അറിയാം. അപ്പം അത്തരത്തിലുള്ള വോട്ടുകൾ കൂടി കിട്ടും. പ്ലസ് ഓൾറെഡി ഈ പറഞ്ഞ ഒരു മുസ്ലിം അല്ലെങ്കിൽ നിങ്ങളോട് ഭയമോ അല്ലെങ്കിൽ ഒരു വിരുദ്ധതയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അനിഷ്ടമോ ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ക്രിസ്ത്യൻ പ്രചരണം കാസയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എറണാകുളം പോലെയുള്ള നഗരങ്ങളിൽ, പത്തനംതിട്ട പോലെയുള്ള നഗരങ്ങളിൽ, ഒരുപക്ഷെ നിരവധി സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു കാരണവശാലും BJPക്ക് വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അവർ ജയിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അവരും ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ വലിയ അപ്രമാദം കിട്ടുന്ന ഭരണമില്ലാതിരിക്കാൻ SDPയെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ തന്നെ സാധ്യതകളുള്ള ഒരു ഭരണമില്ലാതിരിക്കാനായിട്ട് CPM-നെ പിന്തുണക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഈ കോമ്പിനേഷനുകളെല്ലാം കറക്റ്റ് ആകുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഒരു തുടർ ഭരണം ഏറെക്കുറെ വളരെ എളുപ്പത്തിൽ സാധ്യമാണ് എന്ന് CPM വിചാരിക്കുന്നു. അതിനുകൊണ്ട് ഇതിനെല്ലാറ്റിനും ഒടുവിൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള നിരവധി സംഗമങ്ങൾ നടത്തിയതിന് ശേഷം ആസൂത്രണ കമ്മീഷൻ്റെ ഈ പറഞ്ഞ പോലെ അധ്യക്ഷനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, അടുത്ത ജാനുവരിയിൽ, അതായത് 2026 ജാനുവരിയിൽ ഒരു വലിയ സെമിനാർ തന്നെ സംഘടിപ്പിക്കുകയും ആ സെമിനാറിൻ്റെ ഭാഗമായി വിഷൻ ഈ പറയുന്ന 2031 എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ 2031 എത്തുമ്പോൾ 1956 സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള കേരളം 75 വർഷങ്ങൾ തികയുമെന്നും ആ 75 വർഷങ്ങൾ തികയുമ്പോൾ ഇത്ര വലിയ പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഈ പറയുന്ന ചില ലൊട്ടിലൊടുക്ക് വിദ്യകളിലൂടെയുള്ള വിഭാഗീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഉണ്ടാക്കി വോട്ട് കഴിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ് കൂടി അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന നരേന്ദ്രമോദിയും BJPയും ഒക്കെ പയറ്റി വിജയിച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു രംഗത്തേക്ക് പിണറായി വിജയനും കൂടി അടുത്ത ജാനുവരിയോടുകൂടി എത്തും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനിടയിൽ ഇവിടെ കൃത്യമായിട്ടുള്ള റോഡുകളുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, വികസനം ഉണ്ടാവും. കൂടാതെ തീർച്ചയായിട്ടും നമുക്കറിയാം സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വലിയ തോതിൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഞാൻ എല്ലാ വീഡിയോകളിലും പറഞ്ഞ പോലെ ലഡ്കി ബഹൻ യോജന പോലെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ 3000 രൂപയും 2000 രൂപയും ഡിഗ്രി ഹോൾഡർക്കൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ കൂടി വന്നേക്കാം. അതെല്ലാം കൂടി ക്ലബ്ബ് ചെയ്യുമ്പോൾ പിണറായി 3.0 ഉറപ്പാകും എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. ഇതൊരു മെഗാ പ്രൊജക്റ്റാണ്, ഇതൊരു വലിയ പ്രചരണ പരിപാടിയാണ്.